ഇനിയിപ്പോ ഒരു 10-15 ദിവസം കൂടി ഇന്നൊരു ചെറിയൊരു പണിക്ക് വന്നേക്കോ. എത്ര ദിവസമായെന്നറിയോ വണ്ടി എടുത്തിട്ട്. ഒരൊറ്റ പനി പിടിച്ചിട്ട് ആകെ പെട്ടുപോയി. കഴിഞ്ഞ ദിവസം മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വണ്ടി ഓടിയില്ല. ചെറിയ ചെറിയ പണികൾ പോലും വന്നിട്ട് പോകാൻ പറ്റിയില്ല. അതുപോലെ പനി പിടിച്ച് കിടപ്പായി. ഇനിയിപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഒന്ന് തുടങ്ങിയേക്കുക. കഴിഞ്ഞ 11-ാം തീയതി വണ്ടി എടുത്താ. പതിനൊന്നും 10 21 ഇന്നിപ്പോ 26ആയി. ഇനി 26-ാം തീയതിയാണ് ഇനി ആ വണ്ടിയിൽ പണിയെടുക്കാൻ കയറിയത്. എന്നാ അവസ്ഥയാണെന്നാലോചിച്ച് നോക്കി. പിന്നെ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോ ഇത് മഴ മാറിയേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. നാളെ ഈ സൈറ്റിൽ വന്ന് കയറി ഒരു ദിവസം പറഞ്ഞോളൂ. അന്നേരത്തേക്ക് എനിക്ക് പനി പിടിച്ചു. പനി പിടിച്ചെന്ന് പറഞ്ഞാൽ എണീക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിന് അലക്കലക്കി കിടക്കുമായിരുന്നു. AC കയറ്റി വളരെ പോലെ കേട്ടോ. ഇപ്പൊ മഴ മാറി, ചെറുതായിട്ട് മഴയൊന്നും മാറി. ഇപ്പൊ വെയിലായപ്പോഴത്തേക്ക് ഭയങ്കര വെയിലാ. വെയില് കാരണം വെയിലെന്ന് പറഞ്ഞാൽ വെയിലിനെക്കാളും കൂടി ചൂടാ. ഭയങ്കര ചൂടാ. പല ആൾക്കാരും ഇപ്പൊ AC കയറണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് വരുന്ന വെയിലെന്ന് പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര ചൂടുള്ള വെയിലാ. പണിയെടുക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ല. ഇത് ആ സമയത്ത് അന്ന് വണ്ടി വെറുതെ കിടന്ന സമയത്ത് അത് ചെയ്തുകൊണ്ട് എന്റെ വന്നെ അല്ല പണി പാളിയാണ്. ഇപ്പൊ സ്വന്തം പണിയാ. ഇനിയിപ്പോ തീരുവാണേല് നാളെ വർഷോപ്പിലൊന്ന് കയറ്റി ഇത് പിന്നും വിഷു ഒന്ന് മാറണം. പണിയെല്ലാം തീർത്തിടാന്നാ പറഞ്ഞു. പണിയെല്ലാം തീർത്തിടുവാണേ മഴ പണിയാകുമ്പോഴത്തേക്ക് പണിയാലോ. അല്ല പിന്നെ പണി ആയി കഴിഞ്ഞ് പിന്നെ ആ വർഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാനും പാട്, ഉള്ള പണിയും കളയും. ഈ കാടെല്ലാം ഒന്ന് പറഞ്ഞ് നിന്ന് കത്തിക്കാവുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ മഴ മാറി പണിയാവുകയാണ്. സുഖമായിട്ടൊന്ന് പണിയാലോ. അതൊക്കെയാണ് വിശേഷങ്ങൾ. മഴ ഇത്രയും ദിവസം മഴ പെയ്തുകൊണ്ട് ഇപ്പം പുല്ലൊക്കെ പറിക്കുമ്പോഴത്തേക്ക് മണ്ണ് ചെറുതായിട്ട് കയറുന്നുണ്ട്. അതൊരു ചെറിയ വിഷയമാണ്. ലാസ്റ്റ് കത്തിക്കാൻ നോക്കുമ്പോൾ കത്തിയില്ല, പണി ആള് വെച്ചു. അപ്പൊ ഇങ്ങേ സൈഡിൽ അതിലെത്തി. ഈ കടന്ന് അതിലാ. ഈ അതിലൊന്നും ഇങ്ങോട്ട് ഇത്തിരി കയറ്റി വെക്കാൻ വേണം. ഈ സമയത്ത് കിളയ്ക്കാനാണ് നല്ല സുഖം കേട്ടോ. മഴ പെയ്ത് നനഞ്ഞിരിക്കുന്നുണ്ട്. നല്ലപോലെ പണി ഉണ്ടാവും. ഇതിപ്പോ മൊത്തം കാടെല്ലാം പറിച്ച് കത്തിച്ചിട്ട് ഇനി ഇത് കിളയ്ക്കുന്നുള്ളൂ. അവൻ ഇപ്പൊ 4 മണിയായി. മുകളിലത്തെ ഭാഗമെല്ലാം തീർത്ത് കാട്ടിറങ്ങി. ഇങ്ങനെ കാണാനുള്ളു. ഇനി താഴെ ഒരു തയ്യാറേ ഉള്ളൂ. അതൊക്കെ തീർന്ന പരിപാടി ചെയ്യുക. ഇതെന്നു വെച്ചാൽ കാട് പറിച്ച് കൂട്ടാനാണ് ഇത്ര സമയം എടുക്കുമല്ലേ. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാട് പറിച്ചിട്ട് കൂട്ടിട്ട് പറിച്ചിട്ട് നേരത്തെ ഇടണം. അപ്പൊ അങ്ങനെ നേരത്തെ ഇടുമ്പോഴത്തേന് നമുക്ക് പിന്നെ വണ്ടി കയറി പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് കാട് മൊത്തം പറിച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കാട് നേരത്തെ ഇടുന്നത്. സംഭവം ചെയ്ത് കത്തിക്കാനാ. കൂട്ടിയിട്ടാ കത്ത് വരുന്ന പറയുന്നത്. കൂട്ടിയിട്ടാ കത്തത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. കഴിഞ്ഞ സൈറ്റിൽ ഇപ്പൊ അവിടെ കൂട്ടിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ചെളി പോലായി കുഴഞ്ഞു കിടക്കുക. പിന്നെ അത് ഉണങ്ങാൻ ഭയങ്കര പാടാ. ഇതിപ്പോ ഇന്ന് കൂട്ടിയിട്ടിട്ട് നാളെ കത്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അവർ കത്തിക്കാൻ വരുമല്ലോ. പിന്നെ രാവിലെ പറിച്ചെല്ലാം ഉണങ്ങി നല്ലപോലെ. നാളെ ഒരു വെയിലൂടെ കൊള്ളുവാണെങ്കിൽ കംപ്ലീറ്റ് കത്തും. മഴ പെയ്താൽ അത് പിന്നെ കത്താതെയും വരും. അതാണ് പ്രശ്നം.
ഇരട്ടിപ്പണിയത് ഇരട്ടിപ്പണിയാണെങ്കിൽ ഇവർക്ക് കത്തിച്ചളയുന്ന ലാഭം. കത്തിച്ചളയാണെങ്കിൽ ആ പരിപാടി അവിടെ തീരും. കുഴിച്ചിടാൻ പോയി കഴിഞ്ഞാൽ മണ്ണും താന്നു പോകും. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് കനാലെല്ലാം ഇരുന്ന് പോകുമല്ലോ. അത് പറയാൻ പറ്റുമല്ലോ. അതിൽ തന്നെ ഞാൻ നോക്കിയിട്ട് ഇത് കത്തിച്ച് ഇതുപോലെ നിരത്തിയിട്ടിട്ട് കത്തിച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധിപരമായ കാര്യം. താഴെ ഒരു തൊട്ടിയുണ്ട്, അതിൻ്റെ താഴെ വേറെ തൊട്ടിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൊള്ളമാണെന്ന് അറിയത്തില്ല, അധികം അറിയത്തില്ല. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് നാളെ ചോദിക്കാൻ വിളിക്കും. വിളിച്ച് ചോദിച്ചിട്ട് അതിന് കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ. ഇവിടെ ഇറങ്ങിപ്പോ എനിക്ക് റിസ്ക്കാ, അതാ പാട്. ഇതിൻ്റെ ഒരു കയറ്റോ, ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടേക്കോ, ഭയങ്കര കയറ്റോ, വെണ്ട് പോകുന്നത്ര കയറ്റോ. ആ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര പാറയെന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ട് കയറത്തില്ല. ചെറിയൊരു കയറ്റോ, മൊത്തം നിരന്ന് പാറ. അതിന് അപ്പുറത്തോടെ എല്ലാം ചെന്നിട്ട് വല്ലതും അവിടെ കുറച്ച് സ്ഥലം ഉണ്ടോ, അതൊന്ന് മാറ്റണം. ഇന്നത്തെ പരിപാടി നിർത്തി. ഇന്ന് അന്യ പണിയായിരുന്നു. കുറേ ദിവസം കൂടി ഇന്ന് വളർന്നല്ലേ, കുറേ ഏറി തീർന്നു കേട്ടോ. ഇനി താഴെ ഒരു തൊട്ടിയും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ പരിപാടി തീരുക. ബാക്കി നാളെ. ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് തീർത്തു. ഇന്ന് വന്ന് തീർത്ത ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ ഈ ഏരിയ എല്ലാം. അവർക്ക് 2-3 ദിവസം പണിയാനുള്ള ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ബാക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം. ഇന്നത്തെ പരിപാടി ആയാലും നിർത്തി പോയേക്കുക. ബാക്കി നാളെ വല്ലതും വന്ന് പണിയും. ഇന്ന് സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു, 6:30 രാവിലെ വന്ന് ഇത്ര ഭാഗം തീർത്തു. ഈ താഴെ കാണുന്ന ഇവിടെ കൂടെ തീരാണ്ടോ ഈ ഏരിയകള്. ഇവിടെ എത്ര ദിവസം വണ്ടി ഇവിടെ വെറുതെ കിടന്നറിയോ, പനി പിടിച്ചിട്ട്. ഒരു 10-15 ദിവസം വണ്ടി ഇവിടെ വെറുതെ കിടക്കാറുണ്ട്. ഇത് വണ്ടിക്കകത്തെല്ലാം എലി കയറി 8ന്റെ പണി അതൊന്നും. ആ കാണുന്ന ഭാഗമെല്ലാം അന്ന് വന്ന് റെഡിയാക്കിയ മൊത്തം കാടും പറിച്ച് കത്തിക്കാൻ ഭാഗത്തിനാക്കിയിട്ട. ഇനി ഇങ്ങോട്ട് മൊത്തം കാണാം, ഇതെല്ലാം ഇനി ലെവൽ ചെയ്യും. വണ്ടി ഇവിടെ വെറുതെ കിടന്നപ്പോഴത്തേക്ക് എലി കയറി പണി വന്നു. പണി വന്നപ്പോ സർവീസൊക്കെ ചെയ്ത് ലെവലായി കൊണ്ടുവന്ന. ഈ താഴെ കാണുന്ന ഈ പാടെ ഉള്ളൂ. പിന്നെ ഈ മോൾട്ട് ചെയ്തിട്ടില്ലേ, ഇതൊരു ഉണ്ട്. ഇത് തീരുമായിരിക്കണം, ചിലപ്പോ ഇന്ന് തീരും. എല്ലാവരും കാണാല്ലേ, ഭയങ്കര കാണാം. ഇവിടെ ഇങ്ങനെ ഈ ഏരിയ കംപ്ലീറ്റ് തീർത്ത്. ഇനി ആ താഴേക്ക് ഇറങ്ങി പോണം. താഴെ എവിടെ വരെ ഉണ്ടോ അതിലൊന്നും അറിയത്തില്ല. വെറുതെ കാട് പറിച്ചിട്ടാൽ മാത്രം മതി. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്കകത്ത് പാമ്പ് കയറി. എവിടെ ഞാൻ വിട്ട് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കയറി ഇരിപ്പുണ്ടോന്നൊരു കൃപയില്ല. വെളി ഇറങ്ങാനും പേടിയോ. ഇപ്പോഴാണ് വെളി ഇറങ്ങി. ഒരു പാമ്പ് പിന്നെ അടിയിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചുറ്റി കിടപ്പുണ്ടോന്ന് ഒരു കൃപയില്ല. അതോ വണ്ടിക്കകത്ത് വല്ലതും കയറിയോ ഇന്നൊരു ഐഡിയ ഇല്ല. ഇതിന്റെ അടിയിൽ വല്ലോ വല്ലാത്തൊരവസ്ഥയുണ്ട്. അതിന്റെ അകത്ത് പണിയാനും പേടിയാ. ഇതിനകത്തെങ്ങനെ കയറി ഇരിപ്പുണ്ടോ എങ്ങനെ കണ്ടില്ല. ഒരു പിടുത്തമില്ല. ചൂടായതുകൊണ്ട് ചിലപ്പോ ഇതിനകത്ത് കയറിയിരിക്കാൻ ചാൻസ് കുറവായി. ചാടിപ്പോവും. പഴുത്തിരിക്കുമല്ലോ വണ്ടി. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ഇതിന്റെ അടിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇതിലേ പോയെന്നുണ്ടല്ലോ, പിന്നെ അതിനെ കണ്ടുമില്ല. എന്നെ ചെയ്യാനൊന്നും കൂടെ. കഴിഞ്ഞ ദിവസം എവിടെയാ വണ്ടി ഇട്ടിട്ട് പോയത്? ഈ കാരണത്ത് ഇത് ഇവിടെ
അവിടെ വണ്ടി ഇട്ടിട്ട് പോയിട്ട് അതെല്ലാം ഭയങ്കര കാടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഏകദേശം തെളിച്ചു. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങണം, താഴോട്ടിറങ്ങി നോക്കാം. ഇപ്പം ചോറുണ്ട്, ഇനി ചോറുണ്ടാക്കി ഗീസ് അടിച്ചിട്ട് പതുക്കെ തുടങ്ങാം. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴ കേട്ടോ. രാവിലെ ഒരു മണിക്കൂർ വന്ന് അതേ ഉള്ളൂ. ഇത് പൂക്കിട്ട് മഴ. രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്ന് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക്, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഇതിന് ഒരു പരിപാടി നടക്കത്തില്ല. ചെളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ്. ഇനി അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകാനും പാടാണ്. ഭയങ്കരമായിട്ട് തെഞ്ഞു. ഇവിടെ ആ ഒരു ദിവസം നോക്കിയിട്ട് ഞാൻ ഇറക്കിക്കൊണ്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ നടപടിയുള്ള കേൾക്കുന്ന ഭയങ്കര തന്നെ അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിക്കൊണ്ട് പോയിട്ട് ഇറങ്ങി ഒരു പോക്ക് പോയിട്ട് ഞാനടുത്ത് വണ്ടി കുഴി പോയത്. അമ്മാതിരി ചെറിയാണ് ഇതുണ്ടോ. ഇതുപോലെ കറുത്ത മണ്ണ, വണ്ടി നിൽക്കില്ല. ഞാനിവിടെ പരിപാടി നിർത്തുക. ആ മുകളിലെ കുറച്ചിട്ട കാടെല്ലാം കരിഞ്ഞു പോയിട്ടു കംപ്ലീറ്റ്. അവിടെ എല്ലാം കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഈ കാണുന്നത് ഇവിടെ പാറയായിരുന്നു, വണ്ടി കയറത്തില്ല. ഇവിടെ ഒരു അതിരുണ്ട്, അതെല്ലാം തീർത്ത് ഇനി ആ കാണുന്ന 2 കയ്യാലോടെ തീർത്ത ഇവിടുത്തെ പരിപാടി തീരുക. എപ്പോ തീരുമെന്നൊരു ഐഡിയ ഇല്ല. കുഴിയാണോ എന്നാന്ന് ചോദിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മാതിരി കിടക്കുന്നു. ഇവിടെ ഒരു വലിയ കുന്നായിരുന്നു, പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ കയറുന്നു. അതിന് ബാക്കിയിട്ട് ചെയ്യണം. ആ ഭാഗമെല്ലാം തീർത്തു. ഇനി താഴോട്ടിറങ്ങാൻ പോവാ. ഇതെന്ന് തീര് പണിയൊന്നും ഒരു പിടുത്തമില്ല. ഇവരെന്ന് വന്നാലും പള്ളിക്കെട്ട് കേസ് പോയി. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി ആ ഭാഗം ഇനി താഴെ ഉണ്ട്, അതിന്റെ താഴെ ഒന്നിനുണ്ട്. അതാണ് ഭയങ്കര കാള. നല്ല വെയിൽ കൊണ്ടിട്ട് ഇവിടെയൊക്കെ മതിയായ കുയ്യ. നല്ല ഇഴുവാട്ടോ. നല്ല കാറ്റും വെയിലും. കഴിഞ്ഞ ദിവസമാണ് മഴയും എല്ലാം ഉണ്ടാകും. എല്ലാം വരണ്ടുടങ്ങി നിൽക്കുന്നുണ്ട്. പറിച്ച പുല്ലില്ല. നീ വെറുതെ കത്തിച്ചു വിട്ടാൽ മതി. നീ താഴത്തിറങ്ങട്ടെ. ഇപ്പൊ ചോറുണ്ടതേ ഉള്ളു. ഇന്ന് തീരുമായിരിക്കും. തീർന്നാ മതി. ഇവിടെ കയറി വരാൻ എന്നെ പാടൊന്നു പോയി. ഞാൻ കാണിക്കാം ലാസ്റ്റ് ഇറങ്ങി പോകുമ്പോ. അങ്ങനെ ഇവിടുത്തെ പണി കംപ്ലീറ്റ് തീർത്തു. നമ്മളെ വശം കെടുത്തി സൈറ്റാ. 8ന്റെ പണിയായിരുന്നു. അവിടെ വന്ന് കയറിയപ്പോ തന്നെ പനി പിടിച്ചു. അതുകൂടാതെ മഴ കംപ്ലീറ്റ് തീർത്തു. ഇനി എല്ലാം ഒന്ന് കത്തിച്ച് പറഞ്ഞാൽ മാത്രം മതി. കംപ്ലീറ്റ് കാടായിരുന്നു. ഞാൻ കാടായിരുന്നു. ആ ഭാഗത്തൊക്കെ എന്നാ കാടായിരുന്നു. സന്ധ്യ 6 മണിയായി. ഇനി കുറച്ച് ഈ ഭാഗത്ത് ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് കുറച്ച് കാടുണ്ട്. അതുകൂടെ ഒന്ന് എത്തിയിട്ട് ഇന്നത്തെ പരിപാടി നിർത്തിപ്പോവാം. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. താങ്ക് യു.